ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആണ് ഏതൊക്കെ സ്കിൻ ടോണുകാർക്ക് ചേരുക, അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടോൺകാർക്ക് പറ്റിയ ലിപ്സ്റ്റിക്ക്, അതുപോലെ ലിപ്സ്റ്റിക്സ് ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറക്റ്റ് വേയിൽ നമ്മൾ ലിപ്സ്റ്റിക്സ് വെയർ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ലിപ്സ്റ്റിക്സ് പല വേർഷൻസിലുണ്ട്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട്, ആൻഡ് ലിപ് ക്രയോൺസ് ഉണ്ട്, ആൻഡ് അതുപോലെ പലതരത്തിലുള്ള ലിപ്സ്റ്റിക്സ് നമുക്കുണ്ട്. സോ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് ലിപ് ക്രയോൺസ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ലിക്വിഡ് ലിപ്സ്റ്റിക് ആയാലും ലിപ് ക്രയോൺസ് ആയാലും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയാലും ആവശ്യത്തിന് അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് അവേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോളേജിൽ ഞാൻ പോയിരുന്നപ്പോൾ ആണ് ആദ്യമായിട്ട് ഞാൻ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ എന്താ പറയുക കോളേജിൽ ചേർന്ന് പിന്നെയാണ്. സോ എൻ്റെ ഉള്ള കുറച്ച് ലിപ്സ്റ്റിക്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് കോളേജിൽ പോകാനും അതുപോലെ സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ കുട്ടികൾ മീൻസ് ഒരു 11th 12th അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അണ്ടർ 200 വരുന്നത്. ഇതാണ് ആദ്യത്തെ ലിപ്സ്റ്റിക്ക് വന്നിട്ട്. ഇത് ഡാസ്ലറിൻ്റെ DLC 026 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീർന്നിട്ടില്ല. സോ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ഇത് വന്നിട്ട്, ഷെയ്ഡ് വന്നിട്ട്. സോ നല്ലപോലെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 200 റുപ്പീസിനാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പാക്കേജ് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ. സോ ഈ ഷെയ്ഡ് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം. സോ നെക്സ്റ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് വന്നിട്ട് ലാക്മേയുടെ ആണ്. ഇത് ഞാൻ കുറച്ച് അധികം നാളായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതൊരു ന്യൂട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. സോ ഈ ഒരു പ്രോഡക്റ്റിന് 400 റുപ്പീസാണ് തോന്നുന്നു വരുന്നത്. ഇത് അത്രയ്ക്ക് അഫോർഡബിൾ അല്ല. സോ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും. ഇത് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് എടുത്തു വെച്ചതാണ്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു ന്യൂഡ് കളറാണിത്. ഇത് ബ്രൈറ്റൻ ചെയ്യുക, ഫേസ് ബ്രൈറ്റൻ ചെയ്യുക, അതിലുപരി നമുക്കൊരു നേച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് LA 18ൻ്റെ ഒരു 90 റുപ്പീസിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് വന്നിട്ട്. ആൻഡ് ഇതൊരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെയാണ്. ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നല്ല കേട്ടോ, ഇത് ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, ഒരു നേച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. സോ നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ലിപ് ക്രയോൺ ആണ്. ലിപ് ക്രയോൺ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ കുറേ ഷോർട്ട് വീഡിയോസിൽ ചെയ്തിട്ടുള്ള ഒരു ലിപ് ക്രയോൺ ആണ്. മാഴ്സിൻ്റെ ആണിത്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഷാർപ്നർ കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു വാം അണ്ടർടോണിൽ വരുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് നല്ലപോലെ ചേരും, ലൈക്ക് മീ. ആൻഡ് ഭയങ്കര ഡസ്കി ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അത്രയ്ക്ക് ചേർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ ഇത് ജസ്റ്റ് മുകളിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 1000 എത്തിയിട്ടില്ല. സോ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്താലാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവത്തുള്ളൂ. സോ ഡു സബ്സ്ക്രൈബ്.
നെക്സ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് തന്നെയാണ്, സോറി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഡാസ്ലറിൻ്റെ ആണ്. ഡാസ്ലറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഷെയ്ഡും അതുപോലെ ഇതിൻ്റെ പ്രൈസും ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ്. സോ നിങ്ങളുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടില്ല എൻ്റെ ഫേസിൽ വന്നിട്ടുള്ളതിനും അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ആൻഡ് അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതും 200 സംതിങ് ആണുള്ളത്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാൻ പറ്റത്തില്ല, സോറി, മുകളിൽ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ലൊരു വയലറ്റ് ഒരു മൗ കളറൊക്കെ പോലെയുണ്ട്. ഇത് എനിക്ക് അത്രയ്ക്ക് സ്യൂട്ടബിൾ അല്ല, പക്ഷേ ഇത് നമുക്ക് ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഡസ്കി സ്കിൻ ടോണുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് മാച്ച് ആവുന്നതായിരിക്കും. എനിക്കിതിപ്പോൾ അത്ര മാച്ച് അല്ല. നെക്സ്റ്റ് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു. കുറേ നാൾ മുന്നേ നമുക്ക് എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ് DLC 25 എന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാലും കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ. ഗൈസ്, ഇങ്ങനെയല്ല അതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട്, പക്ഷെ എൻ്റെ കയ്യിൽ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി പറ്റുന്നില്ല. നോക്കിയേ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. ഓക്കെ, ഞാൻ കുറേ നാൾ മുന്നേ കാണിച്ചതാണ്. ഓക്കെ, വീണ്ടും ഞാൻ വേറൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. DLC 015 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതൊരു നല്ല റെഡ് കളറാണ്. സോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അല്ല, ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ടിരുന്നാൽ മതി, ഒരു മിനിമലായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷെയ്ഡായിട്ട് വരും. ആൻഡ് ഡാസ്ലറിൻ്റെ കുറച്ച് ലിപ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ചുണ്ട് കറക്കുന്നു എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കണ്ടോ, ഈ ഒരു നല്ല രസമല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു മാഴ്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, സോറി ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏരിയൽ ഓ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. സോ ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. വേണമെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണെന്ന് പറയാം. കണ്ടോ, ഒരു നേച്ചുറൽ ലുക്ക് നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസും ഞാൻ മുകളിൽ കൊടുത്തേക്കാം. ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. സോ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ഒരു ലിപ് പ്രോഡക്റ്റ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനർ. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ വേണമെന്നില്ല, ഏതിൻ്റെ ആയാലും ഒരു ലിപ് ലൈനർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ലിപ് ലൈനർ. ബിക്കോസ് നമുക്ക് ഒരു ഡാർക്ക് ലിപ് ലൈനർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുറച്ച് പെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് കുറേ ലിപ് പ്രോഡക്ട്സ്, ഇപ്പോൾ എനിക്ക് മാച്ച് ആവാത്ത കുറേ ലിപ് പ്രോഡക്ട്സ് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കറക്റ്റായിട്ട് എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഇടാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ നിങ്ങളൊരു നല്ല ലിപ് ബാം യൂസ് ചെയ്യുക. നല്ലപോലെ നമ്മുടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, SPF ഉള്ള ലിപ് ബാം ആണെങ്കിൽ അത്ര നല്ലത്. ഇപ്പം എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ SPF ഉള്ള ലിപ് ബാം അല്ല യൂസ് ചെയ്തേക്കുന്നത്. സോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു നനഞ്ഞ തുണി യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ
ഈ ഡെഡ് സ്കിൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ് ബാംസ് നമ്മളിത് ഇതുപോലെ കളയാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിപ് ലൈനർ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, എൻ്റെ ഒരു പിഗ്മെൻറ്റഡ് ലിപ്സ് ആണ്. അത് വിചാരിച്ചിട്ട് എനിക്ക് വലിയ നാണക്കേടൊന്നും തോന്നിയിട്ടില്ല. കാരണം ചിലർക്ക് പിഗ്മെൻറ്റഡ് ലിപ്സ് ഉണ്ടാവും, ചിലർക്ക് പിങ്ക് ലിപ്സ് ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ കുറേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പിങ്ക് ആയിരുന്ന ലിപ്സ് കുറേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് ആയെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് വിഷമിക്കണം. സോ അപ്പം നമ്മൾ നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം റെമഡീസ് തന്നെയുണ്ട്. അത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക. നെക്സ്റ്റ് നല്ലൊരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഏത് ലിപ്സ്റ്റിക് ആണുള്ളത് ആ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ടുള്ള ലിപ് ലൈനറും ന്യൂഡായിട്ടുള്ള ഒരു ലൈറ്റായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കും ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഇങ്ങനെയാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. ബിക്കോസ് എന്നാലാണ് നമുക്ക് ഒരു നല്ല അടിപൊളി ലുക്ക് കിട്ടുന്നുള്ളൂ. വെറുതെ ഇട്ടാലും കുഴപ്പമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതാണ് കറക്റ്റ് റൈറ്റ് വേ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്കിപ്പോൾ എന്താ പറയുക, എനിക്ക് പ്രോഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാത്തത് കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ലിങ്ക്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ എൻ്റെ എല്ലാ വീഡിയോസും കാണാം. എന്തെങ്കിലും അടിപൊളിയായിട്ടുള്ള വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ട്രൈ ചെയ്യൂ ചേച്ചി എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ട്രൈ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. പിന്നെ ഞാനിന്ന് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക്കും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.